വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമുകൾക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് പിന്നെ സെക്രട്ടേറിയറ്റ് ഒ എ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ്. അതിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ഏറ്റവും കൂടുതൽ സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാവും. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ട്രൈക്ലോറോ ഈഥേൻ. ട്രൈക്ലോറോ ഈഥേൻ. ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പോൾ ടി അനസ്റ്റാസ്. പോൾ ടി അനസ്റ്റാസ്. ക്വാഡ്സ് വാച്ച്, ടോയ്സ്, കാൽക്കുലേറ്റർ, ടെലിവിഷൻ റിമോട്ട്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? മെർക്കുറി സെൽ. ഏതാണ്? മെർക്കുറി സെൽ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അസറ്റിലിൻ. ഏതാണ്? അസറ്റിലിൻ. ഒഴുകുന്ന സ്വർണം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പെട്രോളിയം. മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ലൂസിഫെറിൻ. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേര് എന്താണ്? ബേക്കലൈറ്റ്. മാലത്തിയോൺ എന്ന കീടനാശിനിയിലെ പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോ ഫോസ്ഫേറ്റ്. പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങളെ എന്ത് പേരിട്ട് വിളിക്കാം? എന്താ വിളിക്കുക? കോൾട്ടാർ ചായങ്ങൾ. മെഴുക് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? ബെൻസീൻ. ചുവന്ന സ്വർണം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കുങ്കുമം. പച്ചില സസ്യങ്ങളിൽ നിന്ന് രാത്രി പുറപ്പെടുവിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മുട്ടത്തോടിലെ രാസസംയുക്തം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ആസിഡ് ബാറ്ററിയിൽ ടോപ്പപ്പിന് ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? സിൽവർ നൈട്രേറ്റ് ലായനി. ബദാമിന്റെ മണമുള്ള വിഷവസ്തു ഏതാണ്? പൊട്ടാസ്യം സയനൈഡ്. ആദ്യ കൃത്രിമ നാര് ഏതാണ്? റയോൺ. എൻഡോസൾഫാൻ കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോ ക്ലോറൈഡ്. കറുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്ന വ്യാവസായിക ഉൽപ്പന്നം ഏതാണ്? പെട്രോളിയം. എന്നാൽ കാർഷിക ഉൽപ്പന്നാണെങ്കിലോ? കുരുമുളക്. പച്ചില സസ്യങ്ങളിൽ നിന്ന് രാത്രി പുറപ്പെടുവിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു LPG ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം എത്രയാണ്? 14.2 ഗ്രാം. സൂപ്പർ ലിക്വിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഹീലിയം ദ്രാവകം. മഷിക്കറമാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. ഓക്ക്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കെവ്ലാർ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. ദേശീയ രാസ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയൺ ബാറ്ററി. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? അയൺ പൈറൈറ്റീസ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? നാഫ്തലിൻ. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. കുപ്പി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതെല്ലാമാണ്? ഫോസ്ഫോറിക് ആസിഡും സിട്രിക് ആസിഡും. 1984 ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകത്തിന്റെ പേര് എന്താണ്? മീഥൈൽ ഐസോസൈനേറ്റ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ എന്ത് വിളിക്കുന്നു? ആന്റിപൈററ്റിക്സ്. കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് എന്ത്? സോഡിയം അസൈഡ്. സൈനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം തയോ സൾഫേറ്റ്. ബോഡോ മിശ്രിതത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കോപ്പർ സൾഫേറ്റും ചുണ്ണാമ്പ് വെള്ളവും. രാസവള നിർമ്മാണത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ഒരു എന്താ പറയാ ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാം കവർ ചെയ്യാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോണേക്കാൾ മുന്നേ പ്രധാനപ്പെട്ടത് നോക്കാൻ സഹായിക്കും. എല്ലാം കവർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു റിവിഷൻ പോലെ ഉപയോഗിക്കാൻ സഹായിക്കും. അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് പഠിക്കുക കേട്ടോ. ഇതിന്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1 by 1 ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് പോലുള്ളവയ്ക്ക്. പിന്നെ 10th ലെവലിനും ഡിഗ്രി ലെവലിനുള്ള ക്ലാസ്സുകൾ ബയോളജിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയുടെ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.